വിപിയേട്ടൻ ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് വരുണ പറയുന്നത്. ഏട്ടനോടാണ് പറയുന്നതെങ്കിലും ഏട്ടനെ ഒരു നോക്ക് പോലും അവൾ നോക്കിയില്ല. അതേ മോനെ, നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. നല്ല കുട്ടിയും നല്ല കുടുംബവുമാണത്രേ. അവൻ അങ്ങനെയാ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും അവൻ സംസാരിച്ചിട്ടുണ്ടത്രേ. വരുണയെ ഏറ്റുപിടിച്ചുകൊണ്ട് സൗദാമിനി അമ്മയും പറഞ്ഞു. ഇതേ സമയം കാര്യം മനസ്സിലാകാതെ കല്യാണി വരുണയെയും അമ്മയും മാറി മാറി നോക്കുന്നുണ്ട്. ഒപ്പം ഭക്ഷണം കഴിക്കുന്നവനെയും. നീ ഒന്നും പറഞ്ഞില്ല വിക്കി. അവൻ്റെ അഭിപ്രായത്തിനായി അമ്മയും വരുണയും കാതോർത്തു. എനിക്ക് മുൻപ് പറയാനുള്ളതേ ഇപ്പോഴും പറയാനുള്ളൂ. എനിക്ക് താല്പര്യമില്ല. ഇനി ആരും ഈ കാര്യം പറഞ്ഞ് ലൈഫ് കളയാൻ നിൽക്കേണ്ട. അഥവാ എനിക്ക് കൂട്ടിനൊരാൾ വേണമെന്നുണ്ടെങ്കിൽ അയാളെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തോളാം. അതിനാരും ബുദ്ധിമുട്ടണമെന്നില്ല. വരുണയെ മാത്രം ഉദ്ദേശിച്ചായിരുന്നു വിഘ്നേഷ് പറഞ്ഞത്. അതെങ്ങനെയാമ്മേ? വിഘ്നേഷിൻ്റെ മറുപടി തീരെ ഇഷ്ടമായില്ല വരുണയ്ക്ക്. അവൾ ദേഷ്യത്തോടെ അവനെയൊന്ന് നോക്കിക്കൊണ്ട് അമ്മയെ നോക്കി. ഇതിപ്പോൾ ഇടയ്ക്കുള്ള കാഴ്ചയായതുകൊണ്ട് ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്ന് സൗദാമിനി അമ്മയ്ക്കറിയാം. ആ അമ്മയ്ക്ക് മൗനം കൊള്ളാനേ കഴിഞ്ഞുള്ളൂ. നിസ്സഹായാവസ്ഥയോടെ മകനെയും മകളെയും ആ അമ്മ നോക്കി. ആരോടും വാശി പിടിച്ച് നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ ലൈഫാണ്. അതെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിന് സ്വന്തം ലൈഫ് കളയാനൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവൻ പാതിക്കിട്ട് എഴുന്നേറ്റു. മുരെ കഴിക്ക്. ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റവൻ്റെ പുറകെ സൗദാമിനിയമ്മ ചെന്നു. എന്തെങ്കിലും പറയുമ്പോൾ എഴുന്നേറ്റ് പോയാൽ മതിയല്ലോ. മറ്റുള്ളവർ എന്താ പറയുന്നതെന്ന് ചിന്തിക്കില്ല. വിഘ്നേഷും അമ്മയും വാഷ് ബേസിൻ്റെ അടുത്തേക്ക് നടന്നു പോയതും വരുണ ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇതേ സമയം ഒന്നും മനസ്സിലാക്കാതെ കണ്ണുമിഴിച്ചിരിപ്പായിരുന്നു കല്യാണി. വരുണയുടെ ദേഷ്യം അവൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടായിരുന്നതും. ഇതിനു മാത്രം ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആളെ കണ്ടുപിടിച്ചോളാമെന്ന്. കൈയും കഴുകി വന്നവൻ വരുണയോട് പറയുന്നതിനിടയിൽ കണ്ണും മിഴിച്ചിരിക്കുന്ന കല്യാണിയെയും പാളി നോക്കാൻ മറന്നില്ല. മോനെ, അവൾ പറയുന്നതിലും കാര്യമില്ലേ? നീ ഇങ്ങനെ നിന്ന് എങ്ങനെയാ? അവൾക്കൊരു ജീവിതം വേണ്ടേ? വരുണയുടെ ഭാഗം ചേർന്നുകൊണ്ട് തന്നെ സൗദാമിനിയമ്മ പറഞ്ഞതും വിഘ്നേഷ് അമ്മയെ തറപ്പിച്ചു നോക്കി. അമ്മയെ നോക്കി പേടിപ്പിക്കണ്ട. വിപിയേട്ടൻ പറഞ്ഞ ആലോചനവേ മുന്നോട്ട് പോകാം. ഇപ്പോഴും പറയുമ്പോൾ വരുണ വിഘ്നേഷിനെ നോക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞു. എൻ്റെ ലൈഫിൽ കയറി ഒരാളും ഇടപെടേണ്ട. നിങ്ങൾക്ക് രണ്ടാൾക്കും കെട്ടണമെങ്കിൽ കെട്ടാം. അതിന് ഞാൻ ഒരിക്കലും ഒരു തടസ്സവും അല്ല. നീ ഒരിക്കൽ പറഞ്ഞ വാക്കിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കാനും ഞാൻ പറഞ്ഞില്ല. അത്രയും പറഞ്ഞുകൊണ്ട് വരുണയൊന്നും നോക്കിക്കൊണ്ട് വിഘ്നേഷ് അവിടെ നിന്നും സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. അവന് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട മോളെ. സമയമാകുമ്പോൾ അവൻ്റെ പെണ്ണിനെ അവൻ തന്നെ കണ്ടെത്തിക്കോളും. നിങ്ങളുടെ കാര്യം നോക്കാം. ഇതിപ്പോൾ 1-2 വർഷമായില്ലേ വിപിയും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. നീ ഇങ്ങനെ വാശി പിടിച്ച എങ്ങനെയാ? വിഘ്നേഷ് മുകളിലേക്ക് പോയതും സൗദാമിനിയമ്മ ചെയർ നീക്കി വരുണയുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് സാവധാനം പറഞ്ഞു. ഏട്ടനൊരു ജീവിതമില്ലാതെ എനിക്ക് എങ്ങനെയാ അമ്മേ? ഏട്ടനോടുള്ള സ്നേഹത്തിൽ വരുണയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിയാകും മോളെ. നിനക്കൊരു ലൈഫായ ഉറപ്പായും അവൻ്റെ ജീവിതം നോക്കോളും. അവൻ്റെ മനസ്സിൻ്റെ വേദനയൊക്കെ ഒന്ന് മാറട്ടെ. വരുണയുടെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് സൗദാമിനിയമ്മ പറഞ്ഞതും വരുണ കണ്ണുകൾ അമർത്തി തുടച്ച് ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് കൈ കഴുകി നേരെ മുകളിലേക്ക് പോയി. ഇതേ സമയം എല്ലാം കണ്ടുകൊണ്ടിരുന്ന കല്യാണിക്ക് ഒന്നും മനസ്സിലായില്ല. അവൾ അതേ സംശയത്തോടെ സൗദാമിനിയമ്മയെ നോക്കി. രണ്ടാൾക്കും ദേഷ്യവും വാശിയും ആ കുട്ടിയെ. ഞാൻ എന്ത് ചെയ്യാനാ? കൈമലർത്തിക്കൊണ്ട് ചെറു കണ്ണുനീരോടെ സൗദാമിനിയമ്മയും പറഞ്ഞുകൊണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് പോയി. ഒന്നും മനസ്സിലാകാതെ അവർ പറഞ്ഞ വാക്കുകളോട് മാത്രം സഞ്ചരിക്കുകയായിരുന്നു കല്യാണി. എന്തായാലും 1-2 കാര്യങ്ങളിൽ അവൾക്ക് വ്യക്തതയുണ്ടായിരുന്നു. ഏട്ടന് വേണ്ടി ഒരു കല്യാണാലോചനയാണ് വരുണ മുന്നോട്ട് വെച്ചതെന്ന്. വരുണയുടെയും മറ്റൊരാളുടെയും കല്യാണക്കാര്യവുമാണ് അവിടെ സംസാരിച്ചിരുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ വിപിയേട്ടാ? ഇതിപ്പോൾ ഞാൻ പിണങ്ങിയിരുന്നിട്ട് ഒരു കാര്യമില്ല. റൂമിലേക്ക് കയറി വന്നവൾ ഉടനെ വിപിനെ ഫോൺ ചെയ്യുകയായിരുന്നു. അതാ ഞാനും പറഞ്ഞത്, അവന് നോക്കിയാട്ടെ. നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാലോ? വീട്ടിലും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെയാ വിപിയേട്ടാ? എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഏട്ടനും അമ്മയും തനിച്ചായില്ലേ? പിന്നീട് ഏട്ടനും ഒന്നും ചിന്തിക്കില്ല. അമ്മയും ഏട്ടൻ്റെ വിഷമം കാണാൻ അമ്മയ്ക്ക് കഴിയില്ല. അപ്പം പിന്നെ അമ്മ ഏട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയില്ല. ഞാൻ ഇങ്ങനെ വാശി പിടിച്ചിട്ടാണെങ്കിലും ഏട്ടനൊരു ജീവിതം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. എന്നിട്ട് നീ വാശി പിടിച്ചിട്ട് എന്തായി? എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അവനെ ഫ്രീ ആയിട്ട് വിട്. പറ്റുമെങ്കിൽ ഞാൻ നാളെ അങ്ങോട്ടേക്ക് വരാം. അതെയോ? അപ്പോൾ വിപിയേട്ടൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്? അവൻ വന്നിട്ടുണ്ട്. ഇവിടെ ലോഡ്ജിലാണ്. അവൻ നല്ല ഉറക്കമാണ്. പറ്റുമെങ്കിൽ അജിത്തിനെയും അവനെയും കൂട്ടാം. നിന്നെയും പരിചയപ്പെടാമല്ലോ. ആ, വരുമ്പോൾ വിളിക്കണേ. നീ കിടന്നോ, എനിക്ക് ചെറിയൊരു പണിയുണ്ട്.
ആ ആ പണി എനിക്കറിയാം. ദേ കൂടുതലൊന്നും വേണ്ട കേട്ടോ. കൂട്ടുകാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓവറായ. ഇല്ല പൊന്നെ, 2 സ്മോള് മാത്രം. ശരിയടാ, രാവിലെ വിളിക്കാം. വിപി ഫോൺ കട്ടാക്കിക്കൊണ്ട് ഡോറ് തുറന്ന് റൂമിൻ്റെ അകത്തേക്ക് വന്നു. എന്താടോ, ഇന്നും പരിഭവമാണോ? വിപി ഫോൺ മേശയുടെ മുകളിലേക്ക് വെക്കുന്നതിനിടയിൽ അജിത്ത് തമാശയോട് ചോദിച്ചു. ഒരു കുറുമ്പിയ, എന്തേലും പറഞ്ഞ് വഴക്കിട്ടാലേ അവൾക്കാവൂ. ചെറുപുഞ്ചിരിയോടെ തൻ്റെ പെണ്ണിയോർത്ത് വിപിയും അജിത്തിൻ്റെ അടുത്തേക്ക് ചാരിയിരുന്നു. ചെറുപുഞ്ചിരിയോടെ വരുണ ഫോൺ കട്ടാക്കി തിരിഞ്ഞതും കാണുന്നത് വാതിലിന് ചാരി നിൽക്കുന്ന കല്യാണിയാണ്. നീ എന്താടാ അവിടെ തന്നെ നിന്നേ, ഇങ്ങ് വാ. കയ്യിലെ ഫോണുമായി വരുന്ന വരുണ കല്യാണിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ച് ബെഡിലേക്കിരുന്നു. ആരായിരുന്നു ഫോണിൽ? സംശയത്തോടെ കല്യാണി വരുണയെ നോക്കി. എന്തെന്നാൽ കുറച്ച് സമയമായി കല്യാണി വന്നിട്ട് വരുണയുടെ ഫോൺ വിളി കണ്ടതും അവൾ വാതിലിൻ്റെ അരികിൽ നിന്നതായിരുന്നു. വരുണയുടെ സംസാരത്തിൽ നിന്നും നേരത്തെ പറഞ്ഞ പേര് കേട്ടതും ആ സംശയത്തോടെയായിരുന്നു കല്യാണി ചോദിച്ചത്. നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. എൻ്റെ വുഡ്ബിയ ബിപിൻ ദാസ്. ലവ് ഒന്നും അല്ല കേട്ടോ, അറേഞ്ചഡാ. കല്യാണിയുടെ ഇരുതോളിലേക്കും കൈ ചേർത്ത് വെച്ചുകൊണ്ട് ചെറു പുഞ്ചിരിയോടെ വരുണ പറഞ്ഞതും അതേ പുഞ്ചിരി കല്യാണിയിലും ഉണ്ടായി. ഓ, നിന്റെ കല്യാണം ഉറപ്പിച്ചതാണല്ലേ? പിന്നെ എന്താ കല്യാണം കഴിക്കാത്തത്? അമ്മയും പറഞ്ഞു എന്തൊക്കെ വാശിയുണ്ടെന്നൊക്കെ. അതൊക്കെ വലിയ കഥയാ മോളെ, പറയാൻ ഒരുപാടുണ്ട്. പറയുന്നതിനോടൊപ്പം ഇരു കൈകളും വീഴ്ത്തിയിട്ട് വരുണ ബെഡിലേക്ക് വീണു. ഒപ്പം കല്യാണിയും പിടിച്ച് തൻ്റെ അരികിലേക്ക് ചേർത്ത് കിടത്തുകയും ചെയ്തു. അപ്പോൾ നിന്റെ കല്യാണം ഉറപ്പിച്ചിട്ട് 2 വർഷമായോ? വരുണ കാര്യങ്ങളൊക്കെ പറഞ്ഞതും കല്യാണി മിഴിച്ച കണ്ണാലെ അവളെ നോക്കി. ഏട്ടന് പുതിയ ജീവിതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ കല്യാണമായിരിക്കും. ബെഡിൽ കിടന്നവൾ സീലിങ്ങിലേക്ക് നോക്കി പഴയ ഓർമ്മകളിൽ പറഞ്ഞു. 1 മാസമല്ലേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ, പിന്നെ എന്താ സാറിന് ഇത്ര വാശി? കല്യാണിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കല്യാണിയുടെ മനസ്സിൽ സാർ അത്രമാത്രം നയനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണോ സാർ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്നും എന്തിനൊക്കെയോ പെണ്ണിൻ്റെ മനസ്സിൽ ചെറിയൊരു നീറ്റൽ അനുഭവപ്പെട്ടു. അത് മറ്റൊന്നും കൊണ്ടല്ല. അവളെ ആ സാഹചര്യത്തിൽ കല്യാണം കഴിച്ചതിൽ കുടുംബത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു ഏട്ടന്. പക്ഷേ എല്ലാവരുടെയും എതിർപ്പിനെ അവഗണിച്ചായിരുന്നു ഏട്ടൻ നയനയെ കല്യാണം കഴിച്ചത്. എന്നിട്ടോ 1 മാസം എത്തുന്നതിന് മുമ്പേ അവൾ വേറൊരാളുടെ കൂടെ പോവുകയും ചെയ്തു. അന്ന് കുടുംബക്കാരൊക്കെ ഏട്ടനെ വല്ലാതെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തു. അതിൻ്റെ ദേഷ്യം ഇപ്പോഴും ഏട്ടന്. അപ്പോൾ നയനയോട് സ്നേഹം ഉണ്ടായിട്ടല്ല അല്ലേ? തൻ്റെ മനസ്സിലുള്ളത് അപ്പാടെ ചോദിച്ചു കല്യാണി. ഏട്ടന് അവളെ ഇഷ്ടമൊന്നുമില്ല. അന്ന് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷേ അവളുടെ സ്വഭാവം അറിഞ്ഞതിന് ശേഷം അവളെ വെറുക്കുന്ന അത്ര ഏട്ടൻ വേറൊരാളെയും വെറുക്കുന്നില്ല. അവൾ മരിച്ചെന്നാണ് ഏട്ടൻ പറയുന്നത്. അന്നത്തെ വാശിയോ എല്ലാവരുടെയും മുന്നിൽ അപഹാസ്യനായതോ ആ കുറ്റബോധമൊക്കെ ആകാം ഇനിയൊരു വിവാഹം വേണ്ടെന്ന് ഏട്ടൻ ഉറപ്പിച്ചത്. അതിൽ നിന്നും ഏട്ടനെ മാറ്റിയെടുക്കാനാണ് ഞാനിപ്പോൾ വാശി പിടിച്ച് ഇങ്ങനെ പിണങ്ങി നടക്കുന്നതും. തൻ്റെ ഏട്ടനെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് വരുണയ്ക്ക്. ഏട്ടനൊരു ലൈഫില്ലാതെ താൻ മാത്രം പുതിയ ജീവിതം തേടിപ്പോയാൽ ഏട്ടൻ എപ്പോഴും ഇതുപോലെ തനിച്ചാകും എന്ന ഭയമുണ്ട് അവൾക്ക്. അതുകൊണ്ട് മാത്രമാണ് വിപിയോട് പറഞ്ഞ് അവരുടെ കല്യാണം നീട്ടിവെക്കുന്നതും. അതുകൊണ്ടും കൂടിയാണ് വിപി ഓരോ ആലോചനകളായി വിഘ്നേഷിന് കൊണ്ടുവരുന്നതും. എന്തായാലും നിനക്ക് പറ്റിയ ആളാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതും നിന്റെ ഏട്ടന് വേണ്ടി ഓരോ ആലോചന കൊണ്ടുവരുന്നതും. അത് നീ പറഞ്ഞത് ശരിയാണ്. വിപിയേട്ടൻ്റെ ഫാമിലിയും എനിക്ക് സപ്പോർട്ടാണ്. ഏട്ടനൊരു ലൈഫ് ഉണ്ടായിട്ട് മതി നമുക്കെന്നാണ് വിപിയേട്ടനും പറയുന്നത്. തൻ്റെ പ്രിയതമനെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുണയ്ക്ക് അഭിമാനം തോന്നി. അവനെക്കുറിച്ചുള്ള ചിന്തകളാൽ പുഞ്ചിരിയാലെ കല്യാണിയെ ആഞ്ഞു പുണർന്നുകൊണ്ട് നിദ്രയെ പുൽകി. നീ വാ, എൻ്റെ വുഡ്ബിയും കാണാമല്ലോ. റെഡിയാകാതെ ഇരിക്കുന്ന വംശിയെ നിർബന്ധിച്ചു വിപി. ഞാനില്ല, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്. നിങ്ങൾ പോയിട്ട് വാ. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും കല്യാണിയെ കണ്ടുപിടിക്കണം എന്ന ചിന്തയിലായിരുന്നു വംശി. ഇപ്പോൾ വിപിയുടെ കൂടെ പോയാൽ ഇന്ന് കല്യാണിയെ കണ്ടെത്താൻ കഴിയില്ലെന്ന് അവന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് വിപി വിളിച്ചപ്പോൾ ആ ക്ഷണം വംശി നിരസിക്കുന്നത്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാടാ, നീ വാ. അജിത്തും വംശിയെ കൂടെ വരാൻ നിർബന്ധിച്ചു. ഇല്ലടാ, എനിക്കൊരാളെ കാണാൻ പോകാനുണ്ട്. വീണ്ടും അതേ പല്ലവി ആവർത്തിച്ചു വംശി. ഇവിടുന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ ഓട്ടമേ ഉള്ളൂ. അവളെ കണ്ടിട്ട് ഉച്ചയോടുകൂടി നമുക്ക് തിരിക്കാം. വീണ്ടും വിപി പറഞ്ഞതും ഇനിയും എതിർക്കുന്നത് നല്ലതെന്ന് കണ്ട് വംശി കൂടെ വരാമെന്ന് സമ്മതിച്ചു. അവരുടെ ഒപ്പം പോന്നു. ഇതിപ്പോൾ അരമണിക്കൂറാണെന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂറായാലും ഓട്ടം തുടങ്ങിയിട്ട്.
യാത്രയിലുടനീളം വംശി ആകെ അസ്വസ്ഥനായിരുന്നു. ഇന്ന് തന്നെ കല്യാണിയുടെ കോളേജിൽ പോയി അവളെ കണ്ട് സംസാരിച്ച് കൂട്ടിക്കൊണ്ടുവരണം എന്നായിരുന്നു അവൻ തീരുമാനിച്ചത്. അവൾ താമസിക്കുന്ന ഇടം വംശിക്കറിയില്ല. പഠിക്കുന്ന കോളേജ് മാത്രമേ അറിയൂ. അനന്തൻ വരുന്നതിന് മുൻപേ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താലേ ശരിയാകുമെന്ന് അവൻ അറിയൂ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ വേണ്ടെന്ന് പറഞ്ഞവളെ എല്ലാവർക്കും മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാലേ തൻ്റെ മനസ്സിലെ തീയണയൂ എന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ കൂടുതൽ സമയമില്ലെന്ന് മനസ്സിലാക്കിയവൻ മുഷിച്ചിടാലെ അവരുടെയൊപ്പം യാത്ര തുടർന്നു. ദാ എത്തി പറയുന്നതിനോടൊപ്പം വില്ലിയുടെ അകത്തേക്ക് ബിബി കാറ് കയറ്റി വരുണയുടെ വീടിൻ്റെ മുന്നിൽ നിർത്തി. വാ ഇറങ്ങ്, ഇതാ വീട്. പുറകിലിരിക്കുന്ന വംശിയെ നോക്കി പുഞ്ചിരിയോടെ ബിബി പറഞ്ഞതും തെളിച്ചമില്ലാത്ത ഒരു പുഞ്ചിരി വംശിയും കൈമാറി. ഒപ്പം കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. പുതിയ വീടല്ലേ? അജിത്ത് ആ ചുറ്റുപാടും 2 നിലയോട് കൂടിയ വീടും നോക്കിക്കൊണ്ട് ബിബിയോട് ചോദിച്ചു. അതെ, അവിടെ ഏട്ടൻ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ അവർ കണ്ണൂരിൽ നിന്ന് ഷിഫ്റ്റ് ആയതാണ്. അജിത്തിനോട് പറയുന്നതോടൊപ്പം വംശിയെ ഒന്ന് നോക്കിക്കൊണ്ട് ബിബി കോളിംഗ് ബെൽ അമർത്തി. കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടതും സൗദാമിനിയമ്മ വന്ന് വാതിൽ തുറന്നു. എന്നാൽ പുറത്തു നിൽക്കുന്ന വംശിയെയും അജിത്തിനെയും കണ്ടതും സൗദാമിനിയമ്മയിൽ സംശയം പ്രകടമായി. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു കോളിംഗ് ബെല്ലിൻ്റെ അടുത്ത് നിന്നും വിപി മുന്നോട്ട് വന്നത്. വിപിയെ കണ്ടതും സൗദാമിനിയമ്മയുടെ മുഖത്തുള്ള സംശയം മാറി സന്തോഷം വന്നു. മോനെ, എന്തേന്ന് വിളിക്കാതെ വന്നേ? സന്തോഷത്തോടെ സൗദാമിനിയമ്മ കോലായിലേക്ക് വന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവനെ കണ്ടതിലുള്ള എല്ലാ സന്തോഷവും ആ അമ്മയുടെ മുഖത്തുണ്ട്. വേണിയോട് പറഞ്ഞിരുന്നു ഞാൻ വരുമെന്ന്. അവൻ അതേ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. ഒപ്പം അജിത്തിനെയും വംശിയെയും അവൻ നോക്കി. വാ, അകത്തേക്ക് കയറ്. പുഞ്ചിരിയുടെ പുറത്ത് നിൽക്കുന്നവരെയും സൗദാമിനിയമ്മ അകത്തേക്ക് ക്ഷണിച്ചു. അജിത്തും വംശിയും ആ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കിക്കൊണ്ട് ബിബിയുടെയും സൗദാമിനിയുടെയും ഒപ്പം അകത്തേക്ക് കയറി. വേണി പറഞ്ഞില്ലല്ലോ നീ വരുന്ന കാര്യമൊന്നും. അകത്തേക്ക് കയറുന്നതിനിടെ സൗദാമിനിയമ്മ ബിബിയോട് ചോദിച്ചു. ഓഹ്, മറന്നു. വരുമ്പോൾ ഞാൻ അവളെ വിളിക്കാമെന്ന് പറഞ്ഞതാ. അവൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് സൗദാമിനിയമ്മയ്ക്ക് മറുപടി നൽകുന്നതിനോടൊപ്പം വംശിയെയും അജിത്തിനെയും കൂട്ടി അവിടെ ഉള്ള സോഫയിലിരുന്നു. അതെ, നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകില്ലായിരുന്നു. കൂട്ടുകാരുടെ വീട്ടിലോ? എവിടെ? ഇന്നലെ വിളിച്ചപ്പോൾ വേണിയൊന്നും പറഞ്ഞില്ലല്ലോ. സൗദാമിനിയമ്മ അങ്ങനെ പറഞ്ഞതും സംശയത്തോടെ വിപി സൗദാമിനിയമ്മയെ നോക്കി. ദേ, ആ കാണുന്ന ഫ്ലാറ്റിൽ തന്നെ. ഇപ്പോൾ 1-2 ദിവസമായി അവളുടെ ഒരു കൂട്ടുകാരി അവളുടെ ഒപ്പം ഇവിടെയാണല്ലോ. എന്തോ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യാനോ മറ്റോ പോയതാണ്. നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സൗദാമിനിയമ്മ മൂവരോടും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. വിക്കിയില്ലേ അമ്മേ? അടുക്കളയിലേക്ക് പോകുന്നുണ്ടായിരുന്ന സൗദാമിനിയമ്മയോട് വിളിച്ചു ചോദിച്ചു വിവി. ഇല്ല, കോളേജിൽ പോയിട്ടുണ്ട്. അവിടെ എന്തൊക്കെയോ ഇഷ്യൂസ്. രാവിലെ ഇറങ്ങിയതാണ്. തിരിഞ്ഞു നിന്ന് വിബിക്ക് മറുപടി നൽകിക്കൊണ്ട് സൗദാമിനിയമ്മ അടുക്കളയിലേക്ക് പോയി. 1 മിനിറ്റ്, ഞാനൊന്ന് വേണിയെ വിളിച്ചു നോക്കട്ടെ. ഇതേസമയം ആകെ അസ്വസ്ഥമായ മനസ്സോടെ ഇരിപ്പായിരുന്നു വംശി. ഇന്ന് തന്നെ കല്യാണിയുടെ കോളേജിൽ പോയി അവളെ കണ്ടുപിടിക്കണം എന്നായിരുന്നു അവന്. കല്യാണി പഠിക്കുന്ന കോളേജ് അല്ലാതെ മറ്റൊരു ഡീറ്റെയിൽസും അവളെക്കുറിച്ച് വംശിക്കറിയില്ല. കോളേജിൻ്റെ പേര് തന്നെ അമ്മയുടെ വായിൽ നിന്നും അറിയാതെ വന്നു വീണപ്പോൾ അവൻ കേട്ടതാണ്. ആ ഒരു കച്ചിത്തുരുമ്പോടെയായിരുന്നു കൊച്ചിയിലേക്കുള്ള അവൻ്റെ യാത്ര. ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടതും അടുക്കള ഫ്ലോർ വൃത്തിയാക്കുന്നുണ്ടായിരുന്ന വരുണ കൈ തൻ്റെ ടോപ്പിൽ തുടച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച ഫോൺ എടുത്തു നോക്കി. വിപിയുടെ പേര് ഫോൺ സ്ക്രീനിൽ കണ്ടതും അവൾ ചെറുപുഞ്ചിരിയോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു. നീ എവിടെയാ വേണി? ഫോൺ ചെവിയിടുക്കിലേക്ക് വെച്ചതും മറുപുറുക്കിൽ നിന്നും അവൾ വിപിയുടെ ശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞില്ലേ വിപിയേട്ടാ, കല്യാണിയെക്കുറിച്ച്. അവളുടെ കൂടെ അവളുടെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട്. വിപിയേട്ടനെന്തേ ഈ സമയം വിളിച്ചേ? അവൻ ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് തൻ്റെ സംശയവും വരുണ ചോദിച്ചു. ഞാൻ നിന്റെ വീട്ടിലുണ്ട്. വീട്ടിലോ? അവൾക്ക് അതിശയമോ സന്തോഷമോ എന്തൊക്കെയോ തോന്നി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വരുമെന്ന്. അവളുടെ ശബ്ദത്തിൽ നിന്നും അവളുടെ മുഖത്തെ ഭാവം ഇപ്പോൾ അവന് കാണാൻ കഴിയും. അവളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയും അവന് കാണാൻ കഴിയുന്നുണ്ട്. അവളിലുള്ള അതേ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു. വരുന്നുണ്ടെങ്കിൽ വിളിക്കുമെന്നല്ലേ പറഞ്ഞത്? മറന്നുപോയി രാവിലത്തെ തിരക്കിൽ. അവൻ നെറ്റി ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം വിപിയേട്ടാ. ഞാൻ വരണോ കൂട്ടാൻ? വേണ്ട, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വിപിയേട്ടൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഫ്ലാറ്റിൻ്റെ ബാൽക്കണി ഡോർ തുറന്ന് അവൾ പുറത്തേക്ക് വന്നുകൊണ്ട് തൻ്റെ വില്ലയിലേക്ക് നോക്കി. ഞാനിപ്പോൾ സിറ്റ് ഔട്ടുണ്ട്. അവൻ തൻ്റെ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവൾക്ക് മറുപടി നൽകി. എന്നാ മുറ്റത്തേക്കൊന്നിറങ്ങി. അവൾ ചെറുപുഞ്ചിരിയോടെ തൻ്റെ വീടിൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മുറ്റത്തേക്കിറങ്ങാനോ? എന്തിന്? വിപിയിൽ സംശയം പ്രകടമായി.
ഇറങ്ങു മനുഷ്യ, അവൾ കുറുമ്പോടെ പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് സിറ്റ് ഔട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. റൈറ്റ് സൈഡിലുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കിയേ. മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന വിപിയെ അവൾ ബാൽക്കണിയിൽ നിന്നും കാണുന്നുണ്ട്. അവൻ ചുറ്റും നോക്കിക്കൊണ്ട് വരുണ പറഞ്ഞ സൈഡിലുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് വിപിയുടെ നോട്ടം ചെന്നെത്തി. അതേ സമയം തന്നെയായിരുന്നു അപ്പാർട്ട്മെൻറ്റിൻ്റെ 2ാം നിലയിൽ നിന്നും വരുണ കൈവീശി കാണിച്ചത്. തൻ്റെ പ്രിയതമയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അതേ പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി നിന്നു. ഞാൻ ഇപ്പോൾ വരാം വിപിയേട്ടാ, അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി ഒരിക്കൽ കൂടി അവനെ ബാൽക്കണിയിൽ നിന്നും കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് അവൾ ഫ്ലാറ്റിനകത്തേക്ക് കയറി. നീ ആരോട് സംസാരിക്കുന്നുണ്ടായത്? റൂമിൽ നിന്നും കുറച്ച് തുണികളുമായി പുറത്തേക്ക് വന്ന കല്യാണി സംശയത്തോടെ വരുണയെ നോക്കി. വാ, വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, ഇതൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞ് വന്ന് ചെയ്യാം. കല്യാണിയുടെ കയ്യിലുള്ള തുണികളൊക്കെ അവിടെയുള്ള ചെയറിലേക്ക് വാങ്ങിച്ചിട്ടുകൊണ്ട് വരുണ അവളുടെ കൈയും പിടിച്ച് പോകാൻ തുനിഞ്ഞു. ഞാനില്ലടാ, നീ പോയി വാ. ദേ, ഏട്ടൻ്റെ റൂമിലും ഒരുപാട് മുഷിഞ്ഞ തുണികളുണ്ട്, എല്ലാം കഴുകിയിടട്ടെ. പെട്ടെന്നായിരുന്നല്ലോ എല്ലാവരും പോയത്. വരുണ പിടിച്ചിരിക്കുന്ന കൈകൾ എടുത്തു മാറ്റിക്കൊണ്ട് കല്യാണി അവളെ നോക്കി പറഞ്ഞു. അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് വരാം, നിനക്ക് ആളെ പരിചയപ്പെടുത്തിയും തരാമല്ലോ. വരുണ ആവേശത്തോടെ പറഞ്ഞെങ്കിലും കല്യാണിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ആ സമയം വരുണയുടെ വീട്ടിലേക്ക് പോകാൻ. പ്രത്യേകിച്ച് വീട്ടിൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ. അവർ മാത്രം ഉണ്ടാകുമ്പോൾ നിൽക്കുന്നത് പോലെയല്ല, പുറത്തുനിന്നും ആരെങ്കിലും വരുമ്പോൾ അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നുന്നു, ഒരധികപ്പറ്റായി തോന്നുന്നു. മടിച്ചു നിൽക്കാതെ നീ വാ പെണ്ണേ. വീണ്ടും കല്യാണിയുടെ കൈയും പിടിച്ച് മുന്നോട്ട് വരണം നടന്നതും ഒരടി മുന്നോട്ട് വെക്കാതെ കല്യാണി അവിടെ തന്നെ നിന്നു. അതേസമയം വരുണ അവളെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. ഞാനില്ലടാ, നീ പോയി വാ. തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ കല്യാണി പറഞ്ഞതും വരുണ അവളെ കൂർപ്പിച്ചു നോക്കി. ഇടി പൊട്ടിക്കളി, വിപിയേട്ടനാ വന്നിട്ടുള്ളത്, നിനക്ക് വിപിയേട്ടനെ കാണണ്ടേ? വരുണ ചെറുപുഞ്ചിരിയോടെ അവളുടെ തലയിലൊന്ന് മെല്ലെ മുട്ടിക്കൊണ്ട് ചോദിച്ചതും കല്യാണി അവളെ അതിശയത്തോടെ നോക്കി. വിപിയേട്ടൻ നിനക്ക് കാണേണ്ട ആളാ, വേഗം വാ, ആള് വന്നിട്ടുണ്ട് വീട്ടിൽ, ആവേശത്തോടെ ഞെട്ടിയിരിക്കുന്നവളോട് വരുണ പറഞ്ഞു. കല്യാണി പുഞ്ചിരിയോടെ അലക്കാനിട്ടിരുന്ന തുണിയൊക്കെ എടുത്ത് വീണ്ടും ബിന്നിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. പോവാം. വിപിയെ കാണാൻ കല്യാണിക്കും തിടുക്കമായി. എന്തെന്നാൽ വരുണയിൽ നിന്നും അവളുടെ പ്രിയതമനെക്കുറിച്ച് ഇന്നലെ കേട്ടതാണല്ലോ. ഫ്ലാറ്റിൻ്റെ കീയും എടുത്ത് ഒപ്പം ടേബിളിൻ്റെ മുകളിൽ വെച്ച് തൻ്റെ ഫോണും എടുത്ത് കല്യാണി വേഗം പുറത്തേക്കിറങ്ങി. വരുണയുടെ സന്തോഷം കാണുമ്പോൾ അതിലേറെ സന്തോഷം തോന്നി കല്യാണിക്ക്. വേഗം വാളി, തൻ്റെ പ്രാണനെ കാണാനുള്ള തിടുക്കം കൂടി വരുണയ്ക്ക്. വരുന്നു. വരുണയുടെ വെപ്രാളം കാണുമ്പോൾ ശരിക്കും കല്യാണിക്ക് ചിരി വരുന്നുണ്ട്. ഡോറും പൂട്ടി കയ്യിൽ ഫോണും പിടിച്ച് കല്യാണി വേഗം വരുണയുടെ അടുത്തേക്ക് വന്നു. ആൾ അവിടെ തന്നെ ഉണ്ടായില്ലേ, എന്തിനാ ഇത്ര ധൃതി? ചോദിക്കുമ്പോൾ കല്യാണിയുടെ ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടായിരുന്നു. ഇടം കണ്ണാലെ കല്യാണി വരുണയുടെ മുഖഭാവവും ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കങ്ങനെ പറയാം, മാസം 2 ഞങ്ങൾ തമ്മിൽ കാണാതെ. കല്യാണി ചിരിച്ചുകൊണ്ട് മൂളി അവളുടെ ഒപ്പം വേഗത്തിൽ നടന്നു. അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇറങ്ങി റോഡ് മുറിച്ച് കടക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു കല്യാണിയുടെ ഫോണിലേക്ക് മിത്രയുടെ കോള് വന്നത്. റിങ് ചെയ്യുന്ന ഫോണും കയ്യിൽ പിടിച്ച് റോഡ് കടന്ന് മുറിച്ച് 2 വില്ലയുടെയും ഗേറ്റ് ഭാഗത്തേക്ക് എത്തി. മിത്രേച്ചിയാ, ഞാനൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വരുണയുടെ കൈ എടുത്തു മാറ്റി ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു കല്യാണി. കല്ലു, നീ എവിടെയാ? ഞാനിപ്പോൾ വരുണയുടെ വീട്ടിലേക്ക് ഫ്ലാറ്റിൽ നിന്നും വരുന്നുണ്ട് മിത്രേച്ചി. അയ്യോ, കഷ്ടമായല്ലോ. എന്തേ? മിത്രയുടെ ശബ്ദത്തിൽ മാറ്റം വന്നത് കല്യാണിക്ക് മനസ്സിലായി. അത് മോളെ, പിന്നെ ബാങ്കിൽ നിന്നും സേവിയറും നീതുവും ഫ്ലാറ്റിലേക്ക് ഇപ്പോൾ വരും. നീ അവിടെയുണ്ടെന്ന് കരുതി ഞാൻ 2 പേരും ഫ്ലാറ്റിലേക്ക് വരാനാണ് പറഞ്ഞത്. അതെയോ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ചേച്ചി? തൻ്റെ മുന്നിൽ വീട്ടിലേക്ക് പോകാൻ നോട്ടം പായിച്ചിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് കല്യാണി ഫോണിൽ സംസാരിച്ചു. അത് പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ഷെൽഫിൽ ഒരു റെഡ് കളർ ഫയലുണ്ട്, അത് അവരുടെ കയ്യിൽ കൊടുക്കണം, അർജൻറ്റാണ്. മോൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ഫ്ലാറ്റിൽ പോകുമോ? അവർ ഇപ്പോൾ എത്തും. അതിനെന്താ മിത്രേച്ചി, ഞാൻ പോകാമല്ലോ. കല്യാണി ഫോൺ കട്ടാക്കി തൻ്റെ മുന്നിൽ നിൽക്കുന്ന വരുണയെ നോക്കി. നീ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ ഇപ്പോൾ ഫ്ലാറ്റിൽ പോയി വരാം. മിത്രേച്ചിയുടെ ഓഫീസിൽ നിന്ന് 2 പേർ വരുന്നുണ്ടെന്ന്, അവർക്കെന്തോ ഒരു ഫയൽ എടുത്തു കൊടുക്കണം. ഞാനും വരാം. കല്യാണിയെ തനിച്ച് ഫ്ലാറ്റിൽ വിടാൻ വരുണയ്ക്ക് വല്ലായ്മ തോന്നി. അതോടൊപ്പം വീട്ടിലേക്ക് പോയി തൻ്റെ പ്രിയനെ കാണാനും തിടുക്കം കൂടി പെണ്ണിൽ. വേണ്ട, അവർ ഇപ്പോൾ ഫ്ലാറ്റിലെത്തും, ഞാൻ ഫയൽ എടുത്തു കൊടുത്തിട്ട് വേഗം വരാം. കല്യാണി വരുണയോട് പറഞ്ഞുകൊണ്ട് വേഗം റോഡ് കടന്നു മുറിച്ച് ഫ്ലാറ്റിലേക്ക് നടന്നു. പോകുന്ന കല്യാണിയെ ഒന്ന് നോക്കിക്കൊണ്ട് വരുണ തൻ്റെ വീട്ടിലേക്കും